എന്ന് പറഞ്ഞിട്ടുണ്ടാക്കുന്ന ഞാൻ അതല്ല പറഞ്ഞത്. ആ മദീനത്തെ പള്ളിയെ ലോക മുസ്ലിമീങ്ങൾ കാണുന്നത് പോലെ മുസ്ലിം സമൂഹം കാണുന്ന പള്ളിയാണ്, സംശയം വേണ്ട. ഈ പള്ളിയെ പറ്റി ആദ്യം പറയുമ്പോ ഏതായാലും ഇപ്പൊ നിങ്ങൾ പൈസ കൊടുത്ത് മദീനത്തേക്കൊന്നും പോണ്ട, നോളേജ് സിറ്റിയിലെ പള്ളിയിൽ പോയാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പൊന്മള മുസ്ലിയാർ അവിടെ പറയുന്നത് മദീനത്തെ പള്ളി പോലെ തന്നെയാണ്. അപ്പോ ഇനി നോളേജ് സിറ്റിയിലെ മസ്ജിദുൽ ഫുത്തൂഹ് എന്ന് പറയുന്ന ആ പള്ളി ഉണ്ടല്ലോ, അതിക്കാണ്ട് ചെന്നോളിയും. ഇനി അള്ളാന്റെ റസൂലിന്റെ ആ മസ്ജിദ് നബവിയിലെ പള്ളിക്കൊന്നും ചെല്ലേണ്ടതില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൊന്മളസ്താദെ, മസ്ജിദുൻ നബവി എന്ന് പറയുന്ന പള്ളിയിൽ ഒരു റകഅത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ 10,000 റകഅത്ത് നമസ്കരിച്ച പുണ്യം, നിസ്കാരത്തിന് പുണ്യവും കൂലിയും നിശ്ചയിക്കുന്ന ആരാണ്? അള്ളയാണ്. അള്ള അറിയിച്ചതനുസരിച്ച് അള്ളാന്റെ ഹബീബ പറഞ്ഞിട്ടുള്ളത്. ഈ ഇന്നലെ മിഞ്ഞാന്ന് ഇവിടെ കെട്ടിപ്പൊക്കിയ ഈ ഒരു ബിസിനസ് കേന്ദ്രത്തിന്റെ സൈഡിലുള്ള ഒരു പള്ളി ഉണ്ടല്ലോ, അത് മസ്ജിദുൻ നബവി. മസ്ജിദുൻ നബവിയില് ഈ ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്ന ആ ഒരു റൗള ഷെരീഫ് ഉണ്ട്. ഈ റൗള ഷെരീഫ് എന്ന് പറഞ്ഞാൽ ആ കുബത്തുൽ അഹ്ലർ, പച്ചക്കുബയുടെ ചോട്ടിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷെരീഫാണെന്ന് പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ട് ഇന്നും അങ്ങനത്തെ തെറ്റിദ്ധാരണ ഉണ്ട്. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെയും അതുപോലെ തന്നെ മെമ്പറിന്റെയും അതിന്റെ ഇടയിലുള്ള സ്ഥലമാണ് ആ ഒരു റൗള ഷെരീഫ് എന്നുള്ളത് നമ്മൾ മുമ്പ് എന്ന് പറഞ്ഞാണ്. ഓക്കെ, അപ്പോ ആ ഒരു പവിത്രതയൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾ നുണ പറയണ്ട. നിങ്ങൾ ദ്വയോബന്ധിൽ പോയിട്ട് കാശ്മീർ ബിരുദം എടുത്തിട്ട് ഇവിടെ വന്നിട്ട് നുണ എഴുതി കൊടുക്കാന്ന് അവിടെ എഴുതി ഒപ്പിട്ടിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതെല്ലാം പഠനം നടത്തിയതിനു ശേഷം സത്യസന്ധമായിക്കൊണ്ട് ആളുകൾക്ക് മുമ്പിലേക്ക് ദീൻ പറഞ്ഞു കൊടുക്കേണ്ട നിങ്ങൾ ഇതുപോലെയുള്ള പച്ചക്കളവ്, നിങ്ങളുടെ മനസ്സിലുള്ള തോന്നലുകളാണെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വരാതെ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ആളുകളോടൊക്കെ ചെവിയിൽ പറഞ്ഞു കൊടുത്തോളി. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. പിന്നെ നൗഷാദ് ഹസനി പറയുന്നത്, നൗഷാദ് ഹസനി താങ്കൾ അത്ര വലിയൊരു ലെവലിലേക്ക് അത് കൊണ്ടുപോകേണ്ടതില്ല. തൃപ്പനച്ചി ഉസ്താദിന്റെ കൊടിമരത്തിന്റെ 4 ഉറ നടന്നാല് അത് തവാഫാണ്, കൊടിമരത്തിന്റെ അടിയിൽ നടന്നാല് സഹിയാണെന്ന് താങ്കളും പറഞ്ഞിട്ടുണ്ട്. താങ്കളും ഇവരെ ട്രോളാൻ മാത്രമുള്ള ആ ഒരു യോഗ്യതയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടില്ല. പിന്നെ താങ്കള് അവരിൽ പെട്ടതല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളും അതുപോലെയൊക്കെ തന്നെയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. തൃപ്പനച്ചി ഉസ്താദിന്റെ കൊടിമരത്തിന്റെ 4 ഉറ നടന്നാല് ഹജ്ജിന്റെ കൂലിന്റെ നിങ്ങളും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വാദിച്ചിട്ടുണ്ട്. അപ്പോ ഇവരും മസ്ജിദുൽ ഫുത്തൂഹ് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ പറഞ്ഞത് തൃപ്പനച്ചി ഉസ്താദിന്റെ കൊടിമരമായിരുന്നു. ഒക്കെ കണക്കാണ്. ഒന്ന് ഹറമിലത്തെ കൂലിയാണ് പറയുന്നത്, അല്ലെങ്കിൽ തവാഫിന്റെ കൂലിയോ സഹീന്റെ കൂലിയോ ആണ് പറയുന്നത്. അത് ഹജ്ജിന്റെയും ഉംറയുടെയും ഭാഗമാണ് എന്നുള്ളത് പോലും നമ്മൾ മറന്നു പോകരുത്. പറയട്ടെ നൗഷാദാസിന് പറയട്ടെ. ഇനി ഒരു കാഴ്ബിയും കൂടിയാണ് ഉണ്ടാക്കി കളി, എന്നാ പിന്നെ ഹജ്ജും അവിടുന്ന് ആകാലോ. അത് അന്ന് നമ്മൾ പറഞ്ഞതാണ്. നിങ്ങള് കൊടിമരത്തിന്റെ പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് അത് ഹജ്ജ് ചെയ്ത കൂലി, കൊടിമരത്തിന്റെ 4 ഉറ നടന്നാല് തവാഫ് ചെയ്ത പോലെ, കൊടിമരത്തിന്റെ അടിയിൽ നടന്നാല് സഹീന്റെ കൂലി നിങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിവരക്കേട് പറയുമ്പോ അത് ബർമുടി, ഇവര് വിവരക്കേട് പറയുമ്പോ വള്ളി ട്രൗസർ ആവൂല. രണ്ടും വള്ളി ട്രൗസർ തന്നെയാണ്. അത്രേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ആയി. എറണാകുളത്തുനിന്ന് ഒരാൾ പ്രസംഗിക്കുന്നത് റസൂല് തന്നെയാണ് കാന്തപുരം എന്നാണ്. നിങ്ങളും ഇനി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കുരുവട്ടൂർ ശേഖ് അതേപോലെയൊക്കെ ആണെന്ന് നിങ്ങളും പറയും. അതുമല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങളുടെ കണ്ടീഷൻസ് ഒക്കെ അവർ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളെ തിരിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങളും പറയും കാന്തപുരം തന്നെയാണ് റസൂൽ. നിങ്ങളും ചിലപ്പോൾ പറഞ്ഞുകൂടായിക്കൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞിട്ടില്ല എന്നല്ലേ ഉള്ളൂ, പറയൂല എന്നും പറയാൻ പറ്റില്ല. കാര്യം മുദബ്ബിറുൽ ആലം CM മടവൂര എന്ന് പറഞ്ഞ ആളല്ലേ നിങ്ങള്, അല്ലേ? തൃപ്പനച്ചി ഉസ്താദിന്റെ കൊടിമരത്തിന്റെ 4 ഉറ നടന്നാൽ ഹജ്ജ് ചെയ്ത കൂലിയിട്ടെന്ന് പറയുന്ന ആളല്ലേ നിങ്ങള്, അല്ലേ? അപ്പൊ അതിന്റെ അപ്പുറമൊന്നുമല്ല പത്ത്, ഇതും അതുപോലെയൊക്കെ തന്നെയാണ്. പറയും. അപ്പൊ റസൂലുമായി പിന്നെ സിറാജില് മൗലിദുൽ അക്ബർ നാളെ ജാമിഉൽ ഫുതൂഹിൽ എന്ന റിപ്പോർട്ട് ഞാൻ ഇങ്ങനെ വായിച്ചപ്പോ, നാളെ ജാമിഉൽ ഫുതൂഹ് അഥവാ നോളേജ് സിറ്റിയിലെ പള്ളിന്റെ പേരാണ്. അതിലിങ്ങനെ വായിച്ചാൽ അതിൽ കാണാൻ പ്രത്യേകം തയ്യാറാക്കിയ റൗളത്തുൽ മുസ്തഫയിലാണ് വിശ്വാസികൾക്ക് തിരുശേഷിപ്പുകൾ കാണാൻ സൗകര്യം ഒരുക്കുന്നത്. അപ്പൊ റൗളയുമായി. ഇനി ഇത് കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ ഇതിന്റെ എവിടെയെങ്കിലൊക്കെ പിന്നെ പറഞ്ഞു പോയിട്ട് അതിങ്ങനെ വായിക്കുന്ന അറിയോ, റൗളയിലും മുസ്തലിഫയിലും എന്ന്. അപ്പൊ മുസ്തലിഫയായി എന്നുള്ളത് അന്നത്തെ ആളുകൾ പറയും. ഇതാണ് ഖുറാഫി മതം. ഇങ്ങനെയാണ് ഖുറാഫികൾ ഉണ്ടാവുന്നത്. ഇപ്പൊ ഈ പറഞ്ഞത് ഇയാള് പറഞ്ഞ, ഞാൻ ഇത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്, ഇയാള് പറഞ്ഞത്
അള്ളയാണ് ഹജ്ജിന്റെ കൂലി നിശ്ചയിക്കുന്നവനും കൊടുക്കുന്നവനും. ഒരു തൃപ്പഞ്ചി ഉസ്താദിന്റെ കൊടിമരത്തിന്റെ നാലുപുറം നടന്നാല് ഹജ്ജ് ചെയ്ത കൂലിയുണ്ട് എന്ന് ഇയാളും പറഞ്ഞിട്ടുണ്ട്. ഇയാൾ അന്ന് പറഞ്ഞത് ഇയാൾ ഇന്നും വിട്ടിട്ടില്ല. എന്നിട്ട് മറ്റൊരു വിഭാഗം വേറൊരു ഖുറാഫാത്ത് പറയുമ്പോൾ അതിനെ ട്രോളുക. അപ്പൊ ഇയാൾ പറഞ്ഞ ഖുറാഫാത്തുകളൊക്കെ ഇയാൾ പറഞ്ഞ ഖുറാഫാത്തുകൾ എത്രയും കാലം നമ്മൾ കാണിച്ചിരിക്കണ് അല്ലേ? പറയട്ടെ. റൗദത്തുൽ മുസ്തഫ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. എന്താ പദ്ധതി നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഓർക്ക് അവിടെ ഒരു ഹുജറത്തു ശരീഫ് ഉണ്ടാക്കണം. എന്നിട്ട് മടവൂർ ശൈഖുനയുടെ സമീപത്തേക്ക് വരുന്ന ആളുകളെയൊക്കെ ഈ പറഞ്ഞ നോളേജ് സിറ്റിയിലേക്ക്. അതെ, അങ്ങനെ ഒരു ഉദ്ദേശം അവർക്കുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശം? നിങ്ങൾക്ക് അത് പൊളിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ലാതെ നിങ്ങൾക്ക് മടവൂർ ശൈഖുനാക്കുനയെ നിങ്ങൾ വലിയൊരു ദർജയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം നിങ്ങൾക്കും ഇല്ലേ? അപ്പോ നിങ്ങളെ രണ്ടു കൂട്ടരുടെ ഉദ്ദേശം ഒന്നാണ്. ഓലിക്കിപ്പോ ഒന്നും കൂടി സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ആൾബലവും ഒക്കെ അവർക്ക് കൂടുതലുണ്ട്. അവർക്ക് ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാലം കഴിയണം. കാന്തപുരം കുറച്ച് വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, കാന്തപുരത്തിന്റെ ആ ഒരു ബിസിനസ് മൈൻഡ് ഒന്നും ഇന്ന് കേരളത്തില് യൂസഫ് അലിക്ക് പോലും ഇല്ല എന്നുള്ളതാണ് എന്റെ ഒരു അറിവ്. യൂസഫ് അലിയൊക്കെ കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്തിട്ടാണ്, ഇത് കഷ്ടപ്പെടാത്ത ബിസിനസ് ആയിരുന്നു. അപ്പൊ ആ ഒരു ബിസിനസിന്റെ മുകളില് നോളജ് സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവിടെ ഉണ്ടാക്കിയെടുത്തതിന് അയാൾ വിയർപ്പൊഴുക്കിയത് ഏത് രൂപത്തിലാണ് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോ അന്യന്റെ മുതല് അത് സംഭരിക്കുകയും അത് അവനാന്റെ മുതലാക്കി മാറ്റിക്കൊണ്ട് എന്നിട്ട് അതിന്റെ പോലീശ പറഞ്ഞിട്ട് ഇത് മദീന പള്ളിക്കും അതുപോലെ തന്നെ കബാലയത്തിനും ഒക്കെ സമമാണ് എന്നൊക്കെ പറയണ കേൾക്കുമ്പോൾ അത് തുറന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ്. അപ്പോ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഒന്ന്, പൊന്മള ഉസ്താദെ നിങ്ങൾ പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ തരം താഴരുതായിരുന്നു എന്നുള്ള ഒരു കാര്യമായിരുന്നു ഫസ്റ്റ് തന്നെ ആ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചത്. മറ്റൊന്ന്, നൗഷാദ് ഹസനെ നിങ്ങളുടെ പിഴച്ച വാദങ്ങൾ തന്നെയാണ് നിങ്ങൾ ട്രോളുന്ന ആളുകളുടെ, നിങ്ങൾ മറുപടി കൊടുക്കുന്ന ആളുകളും പിഴച്ച വിശ്വാസമായി കൊണ്ട് നടക്കുന്നത്. സത്യത്തില് നിങ്ങൾ മനസ്സിലാക്കിയ ഇസ്ലാമും യഥാർത്ഥ ഇസ്ലാമും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പോലും എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ വളരെ സിമ്പിൾ ആയിക്കൊണ്ടുള്ള ഒരു ജീവിത രീതിയാണ്, ശൈലിയാണ്. അത് അള്ളാഹുവിന്റെ അടുക്കൽ മതമായിട്ടുള്ള ഒരു ജീവിത വ്യവസ്ഥയാണ്. ആ ജീവിത വ്യവസ്ഥയിൽ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ജീവിക്കാവുന്നതുമാണ്. നിങ്ങൾ ഈ പറയുന്നത് പോലെ അധ്വാനിക്കാതെ എങ്ങനെ ജീവിക്കാം എന്ന് റിസർച്ച് ചെയ്ത് നടക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഈ മതത്തെ മറ്റു പല കള്ളത്തരങ്ങളിലൂടെയും പിഴച്ച വാദങ്ങളിലൂടെയും വലിച്ചിഴച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ശൈലിയും അതുപോലെ വ്യവസ്ഥയും ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളുടെ ഒരു തീരുമാനങ്ങളിലൂടെ നിങ്ങൾ കൊണ്ട് നടക്കുന്ന ചില കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കാൻ കഴിയുക എന്ന് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ അള്ളാഹുവിങ്കൽ മതമായിട്ടുള്ള ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ പവിത്രമായ ഈ ജീവിത മതം അല്ലെങ്കിൽ ജീവിത വ്യവസ്ഥ, ഇത് വളരെ പവിത്രമാണ്, പരിപാവനമാണ്. ഇതിനിപ്പോ എങ്ങനെയൊക്കെ എന്തൊക്കെ നിങ്ങള് ചെയ്യാൻ ശ്രമിച്ചാലും അത് ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നമ്മൾ പറയുന്നത് പോലെ ലോകത്തിന്റെ നാനാ കോണുകളിൽ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകള് ഇത് തിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആന് ഇവിടെ അവശേഷിക്കുന്നുണ്ട്, സ്വഹീഹായ ഹദീസുകള് ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഖിയാമത്ത് നാൾ വരെയും പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസും ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഒരു വിഭാഗം ഇതിനെതിരായിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉണ്ടാകും. അവർ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ജൽപ്പനങ്ങളും നിങ്ങളുടെ ഇതുപോലെയുള്ള വിവരക്കേടുകളും. നിങ്ങൾ തമ്മിത്തല്ലിൽ തുടങ്ങിയപ്പോ ഒരു ഗുണം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമായി എന്നുള്ളത് മാത്രമാണ്. നമ്മളൊക്കെ ഇതിങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് വഹാബിയാണ് എന്ന് പറഞ്ഞ് നമ്മെ താറടിച്ച് കാണിച്ചിരുന്ന, കുറ്റപ്പെടുത്തലുകാരനാണ് എന്ന് ആക്ഷേപിച്ചിരുന്ന ആളുകളൊക്കെ ഇന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് നിങ്ങൾ തന്നെ വിരുദ്ധതയിൽ എത്തിയപ്പോഴാണ്. നിങ്ങൾ ഒരാളെ കുറ്റം പറയുന്നു, അവർ നിങ്ങളെ കുറ്റം പറയുന്നു. രണ്ടു കൂട്ടരെടുത്തും തെറ്റുണ്ട്, സത്യമാണത്. അത് ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ആളുകൾ സത്യമായിട്ട് തിരിച്ചറിയുകയും അത് മനസ്സിലാക്കുകയും അള്ളാഹുവിങ്കൽ മതമായിട്ടുള്ള ഇസ്ലാം ദീന് അത് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അതനുസരിച്ചു കൊണ്ട് ജീവിക്കുവാൻ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.